قلبي دوما يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا. والكون الواسع في صدري أحضنه أرضا وسماء. يا ربي قد نلت. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ മുസ്സമ്മിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 13-ാമത്തെ ആയത്തിലാണ് നമ്മുടെ ചർച്ച. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതആമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. അല്ലാഹു ഞങ്ങളെ കാക്കണം റബ്ബേ. നരകത്തിലെ ആളുകൾക്ക്, കുറ്റവാളികളായ ആളുകൾക്ക്, സത്യനിഷേധികൾക്ക് കടുത്ത ശിക്ഷയുണ്ട് എന്നും തൊണ്ടയിൽ നിന്നിറങ്ങാത്ത ഭക്ഷണമുണ്ട് എന്നും അല്ലേ. നരകവാസികളുടെ ഭക്ഷണത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. 3 തരം പറഞ്ഞു: സഖൂമും അല്ലെ, ലരീഉം, ഗസ്ലീനും. ഏതായാലും അവരുടെ പാനീയവും നമ്മളൊന്ന് ചെറുമട്ടത്തിലൊന്ന് പഠിച്ചു നോക്കാം. എന്താണ് അവരുടെ പാനീയം? അല്ലാഹു തആല പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദ. കുറ്റവാളികളെ ദാഹിച്ചവരായി നരകത്തിലേക്ക് നാം തെളിച്ചു കൊണ്ടുവരുന്ന ദിവസം. ഭയങ്കര ദാഹം കൊണ്ട് തന്നെ കയറാണ്ട് വരിക അവർ. അപ്പോൾ പിന്നെ എന്തായാലും വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കുടിച്ചാൽ കൊടുക്കണ്ടേ. അങ്ങനെ ദാഹിച്ചവശരായി വരുന്ന നിഷേധികൾക്കും അഹങ്കാരികൾക്കും നമ്മൾ ഈ പറഞ്ഞ ആയത്തിലുള്ളതുപോലെ മുഖദ്ദിബീങ്ങളായ ആളുകൾക്കൊക്കെ നരകത്തിൽ നിന്ന് കിട്ടാനിരിക്കുന്ന പാനീയങ്ങൾ എന്തൊക്കെയാണ്? അത് അല്ലാഹു തആല നിരവധി ആയത്തുകളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് ഹമീം, ചുട്ടു തിളക്കുന്ന വെള്ളം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ. ഉണ്ടോ? ഹമീം, അതാണ് അവർക്ക് ഇവിടെ കിട്ടാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ വെള്ളം അതാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്തുർ റഹ്മാനിലുണ്ട് അല്ലേ. സൂറത്തുർ റഹ്മാനിൽ 44-ാമത്തെ ആയത്താണ്. യതൂഫൂന ബൈനഹ വബൈന ഹമീമിൻ ആൻ. നരകത്തിലെ ഇതിലിങ്ങനെ ഉഷ്ണമേറിയ ചുട്ടു തിളക്കുന്ന വെള്ളത്തിൻ്റെയും കനത്ത ചൂടിൻ്റെയും ഇടയിൽ ചുറ്റിത്തിരിയുന്ന ആളുകളാണ് അവർ. സഖൂം എന്ന വൃക്ഷത്തിൽ തിന്നും, അതിന് മീതെ ഈ പറഞ്ഞ ഹമീം എന്ന തിളച്ച വെള്ളം കുടിക്കും. എന്നിട്ട് പിന്നെ അവർ നരകത്തിലേക്ക് ഒരു പോള സ്ഥലത്തേക്ക് പോകും. പിന്നെ ഇങ്ങോട്ട് വരുന്നത് കുടിക്കും. ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ. മറ്റൊരു ആയത്തിലും ഈ ഹമീമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസഖൂ മാഅൻ ഹമീമൻ ഫഖത്തഅ അംആഅഹും. അവർക്ക് ചൂടേറിയ വെള്ളം കുടിക്കാൻ കൊടുക്കുകയും അവരുടെ കുടലുകൾ അത് നുറുക്കി കളയുകയും ചെയ്യും. മറ്റൊരു ആയത്തിൽ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. തിളച്ചുവെന്ത ഉറവു ജലത്തിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കപ്പെടും. അതാണ് ഈ ഹമീം എന്ന് പറഞ്ഞത്. തിളച്ചിട്ടിങ്ങോട്ട് വെന്തും മറിഞ്ഞ, അതാണ് ഒന്നാമത്തേത് ഹമീം. രണ്ടാമത്തേത് ഖസ്സാഖ്. ഖസ്സാഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം, ഹാദാ ഫൽയദൂഖുഹു ഹമീമുൻ വഖസ്സാഖ്. ഇത് ഹമീമും ചൂടുള്ള വെള്ളവും ഖസ്സാഖുമാണ്, ഇതവർ ആസ്വദിച്ചു കൊള്ളട്ടെ. എന്താ ഖസ്സാഖ് എന്ന് പറഞ്ഞാൽ ദുർഗന്ധത്തോടെ ഒഴുകി വരുന്ന ഭയങ്കര തണുപ്പുള്ള വെള്ളം, ചൂട് പോലെ തന്നെ അതികഠിന തണുപ്പുള്ള വെള്ളം, ദുർഗന്ധം വമിച്ചുകൊണ്ട് നരകവാസികളുടെ ശരീരങ്ങളിൽ നിന്ന് ഒഴുകി ഒലിക്കുന്ന തണുപ്പേറിയ ഒരു തരം വെള്ളമാണ് അത്ര ഖസ്സാഖ്. ഈ ഖസ്സാഖിൽ നിന്ന് ഒരു ബക്കറ്റെങ്ങാനും ഈ ഭൂമിയിലേക്ക് ഒഴുക്കപ്പെടുന്ന പക്ഷം യഹലോകത്തുള്ള ഈ ഭൂമിയിലുള്ള സർവ്വ ആളുകൾക്കും ദുർഗന്ധം കൊണ്ട് പൊറുതിമുട്ടുന്നതാണ് സർവ്വ ആളുകളും എന്ന ഹദീസിലുണ്ട്. ഒരു ബക്കറ്റ് ഇങ്ങോട്ട് ഒഴിച്ചാൽ നരകവാസികൾ ദാഹമടക്കാതെ വെള്ളത്തിന് അപേക്ഷിക്കുന്ന സമയത്താണ്, ദാഹം സഹിക്കാതെ വെള്ളത്തിന് അപേക്ഷിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് ഒന്നുകിൽ അതികഠിനമായ ഉഷ്ണജലമാണ്, അതല്ലെങ്കിൽ അതിതണുപ്പുള്ള നമ്മൾ ഈ പറഞ്ഞ ഖസ്സാഖാണ്. ഒന്ന് തണുപ്പുകൊണ്ട് കുടിക്കാൻ കഴിയില്ല, മറ്റൊന്ന് ചൂടുകൊണ്ട് കുടിക്കാൻ കഴിയില്ല. ചൂടുകൊണ്ട് കുടിക്കാൻ കഴിയില്ല, മറ്റൊന്ന് ദുർഗന്ധവും തണുപ്പുകൊണ്ടും കുടിക്കാൻ കഴിയില്ല. ഇങ്ങനെ നിരവധി വൈവിധ്യങ്ങളാർന്ന വിവിധങ്ങളായ ശിക്ഷകൾ അവർക്ക് അനുഭവിക്കണം. അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാക്കട്ടെ. ആമീൻ. മൂന്നാമത്തേത് സ്വദീർ എന്ന് പറഞ്ഞ
പാനീയമാണ്. സ്വദീദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ വറാഇഹി ജഹന്നം വയസ്ഖ മിൻ മാഇൻ സ്വദീദ്. അവർക്ക് ചീഞ്ഞൊഴുകുന്ന വെള്ളത്തിൽ നിന്നും കുടിക്കാൻ കൊടുക്കും. മറ്റൊരായത്തിലുണ്ട് യതജറഉഹു വലാ യകാദു യുസീഗുഹു വയഅതീഹിൽ മൗതു മിൻ കുല്ലി മകാനിൻ വമാ ഹുവ ബിമയ്യിത് വമിൻ വറാഇഹി അദാബുൻ ഗലീദ്. പ്രയാസപ്പെട്ട് കുടിച്ചിറക്കുന്ന വെള്ളം തൊണ്ടയിലൂടെ ഇറങ്ങൂല, തൊണ്ടയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും. ഭക്ഷണം അങ്ങനെ തന്നെയാണ്, വെള്ളം അങ്ങനെ തന്നെ. അല്ലാഹ്, അവിടുന്ന് മരിച്ചു പോയാൽ അവിടെ പിന്നെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാൻ അവിടെ മരണമല്ലല്ലോ, അവർക്ക് പിന്നെ മരണമല്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ നരകത്തിലെ ശിക്ഷാവകുപ്പുകളിൽ നിന്ന് ചിലതാണ് ഇപ്പോൾ ഈ പറഞ്ഞത്, ഇതിലേറെ വലിയ ശിക്ഷകളൊക്കെ കിട്ടാണ്ട്. അതേപോലെ ഇവർക്ക് നൽകപ്പെടുന്ന പാനീയങ്ങളെക്കുറിച്ച് വേറെയും പല സ്ഥലങ്ങളിലും അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിലുണ്ട്, സൂറത്തുൽ ദുഖാനിലുണ്ട്, സൂറത്ത് മുഹമ്മദിലുണ്ട്. 4-ാമത്തെ വെള്ളം മുഹ്ല് എന്ന് പറഞ്ഞ വേണം, ചുട്ടു തിളക്കുന്ന എണ്ണ. മുഹ്ല് ചുട്ടു തിളക്കുന്ന എണ്ണ. നമ്മൾ ഇതുവരെ പറഞ്ഞ എന്തൊക്കെയാണ്? ഹമീമും ഗസ്സാഖും സ്വദീദും, 4-ാമതായി മുഹ്ല് ചുട്ടു തിളക്കുന്ന എണ്ണ. സൂറത്തുൽ കഹ്ഫിൽ കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 29-ാമത്തെ ആയത്ത്. വഖുലിൽ ഹഖ് മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ ഇന്നാ അഅ്തദ്നാ ലിൽളാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ വഇൻ യസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ്ൽ. കണ്ടോ? വഇൻ യസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ്ൽ യശ്വിൽ വുജൂഹ് ബിഇസ ശറാബു വസാഅത് മുർതഫഖ. അവർ വെള്ളം ചോദിക്കുമ്പോൾ വെള്ളം കൊടുക്കും. ലോഹത്തിൻ്റെ ദ്രാവകം പോലെയുള്ള ഒരു തരം വെള്ളം. ആ വെള്ളം കുടിച്ചാലേ, മോര് എന്ന് പറഞ്ഞാൽ ചുട്ട് തിളക്കുന്ന എണ്ണ എന്നപ്പോൾ അർത്ഥം വെച്ചത്, ലോഹം ഉരിക്കാൻ എങ്ങനെ ഉണ്ടാകും ആ കോലത്തിലേക്കാരത്. അത് കൊടുത്താൽ യശ്വിൽ വുജൂഹ്, അത് കുടിക്കുമ്പോൾ തന്നെ അവരുടെ മുഖം ഒന്നായിട്ട് കരിഞ്ഞു പോകുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. 4. അതേപോലെ 5-ാമതൊരു പാനീയം, ഹദീസിൽ വന്ന ഒരു പാനീയമുണ്ട്. ഹദീസിൽ പേര് പറയപ്പെട്ട നരകത്തിൽ ആളുകൾ കുടിക്കുന്നൊരു പാനീയമാണ് റദ്ഗത്തുൽ ഖബാൽ. റദ്ഗത്തുൽ ഖബാൽ എന്നാണ് അതിൻ്റെ പേര്. എന്താണ് റദ്ഗത്തുൽ ഖബാൽ? ഹദീസിൽ അതിനെക്കുറിച്ച് പറഞ്ഞത്, പിന്നെ തെറ്റുകൾ ചെയ്ത് തൗബ ചെയ്ത് വീണ്ടും തെറ്റുകളിലേക്ക് മടങ്ങി, വീണ്ടും തെറ്റ് ചെയ്ത് വീണ്ടും തൗബ ചെയ്ത് വീണ്ടും തെറ്റുകളിലേക്ക് മടങ്ങി, ഇങ്ങനെ കളിയാക്കുന്ന ആളില്ലേ, അള്ളാഹിനെ കളിയാക്കുന്ന ആൾക്കാർ. അല്ലെങ്കിൽ തെറ്റുകൾ ഇങ്ങനെ ചെയ്ത് 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 പിന്നെ അങ്ങനെ അങ്ങോട്ട് മരിച്ചു പോയാൽ, അത്തരം ആളുകൾക്ക് അല്ലാഹു തആല നരകത്തിലെത്തിയാൽ കൊടുക്കുന്ന ഒരു പാനീയത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് റദ്ഗത്തുൽ ഖബാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വഇൻ ആദ കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യസ്ഖിയഹു മിൻ റദ്അത്തിൽ ഖബാൽ യൗമൽ ഖിയാമ. അപ്പോൾ ഖിയാമത്ത് നാൾ ദിവസം അവനക്ക് റദ്അത്തുൽ ഖബാൽ കിട്ടും എന്ന് പിന്നെ പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, എന്താണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം റദ്അത്തുൽ ഖബാൽ? പറഞ്ഞു, ഉസാറത്തു അഹ്ലിന്നാർ. ഉസാറത്തു അഹ്ലിന്നാർ, അത് നരകവാസികളെ പിഴിഞ്ഞുണ്ടാക്കിയ ദ്രാവകമാണ്. നരകവാസികൾ പിഴിഞ്ഞുണ്ടാക്കിയ ദ്രാവകം പല കോലത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് ആ ദ്രാവകങ്ങളെക്കുറിച്ച്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ അവരുടെ ചലവും രക്തവും ഒക്കെ ഒഴുകി വരുന്ന വെള്ളം, അതൊരു ഐറ്റമാണ്. ഇത് നരകവാസികളെ പിഴിഞ്ഞുണ്ടാക്കിയ മറ്റൊരു ഐറ്റമാണിത്. ഉസാറത്തു അഹ്ലിന്നാർ. വിവിധ തരം പാനീയങ്ങളാണല്ലോ, വിവിധ രൂപങ്ങളിലുള്ള പാനീയങ്ങളാണ് കുടിപ്പിക്കപ്പെടുന്നത്. പഠിച്ചവനെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ. അപ്പോൾ ഈ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക, എന്നിട്ട് തൗബ ചെയ്യുക, പിന്നെയും തെറ്റ് ചെയ്യുക, പിന്നെയും തൗബ ചെയ്യുക, പിന്നെയും തെറ്റ് ചെയ്യുക, പിന്നെയും തൗബ ചെയ്യുക. നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും മുന്നറിയിപ്പ് നൽകിയ വിഷയമാണ് നരകത്തെക്കുറിച്ച്. ആളുകളൊക്കെ വല്ലാതെ പേടിച്ചിരുന്ന വിഷയമാണ്. നമ്മളതിങ്ങനെ കേൾക്കുമ്പോൾ ചെറിയൊരു ഓർമ്മ ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് മറക്കും, അല്ലേ? ഇത്തരം ആയത്തുകളൊക്കെ സൂറത്തു തഹരീമിലെ 6-ാമത്തെ ആയത്ത് ഓതിയപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറൻ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅ്സുനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അല്ലാഹു തആലയുടെ നരകവിശേഷണത്തെക്കുറിച്ചുള്ള ഈ ആയത്തുകൾ കേട്ട ഉടനെ
സഹാബികൾ അതിൽപ്പെട്ട ഒരാൾ ബോധം കെട്ട് വീണു. സുബ്ഹാനല്ലാഹ്. മുമ്പൊരിക്കൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സൂറത്ത് തൂറിലെ 7-8 ആയത്തുകൾ ഒരാൾ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഓതുന്നത് കേട്ടു. ആര്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഓത്ത് കേട്ടത് കാരണം മഹാനവറുകൾക്ക് മാസങ്ങളോളം രോഗം പിടിപെട്ട് കിടപ്പിലായി എന്നാണ്. ആളുകൾ വീട്ടിൽ വന്ന് സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തെ. എന്താണ് 2 ആയത്തുകൾ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ ലഹു മിൻ ദാഫിഅ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ ഇന്ന അദാബ റബ്ബിക ലവാഖിഉ മാ ലഹു മിൻ ദാഫിഅ. റബ്ബിൻ്റെ ശിക്ഷ സംഭവിക്കുന്നത് തന്നെയാണ്, ആർക്കും തടുക്കാൻ കഴിയില്ല. അപ്പം എന്താ നമ്മളൊക്കെ നിലപാട്? നമ്മളൊക്കെ എത്ര ആയത്തുകളാണ് ഓതുന്നത്, എത്ര വയലുകളാണ് നമ്മൾ കേൾക്കുന്നത്, എത്ര പ്രസംഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. കേൾക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും പോകും. അത് കേട്ടിട്ട് 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒഴിവില്ലാതെ വേറെ ആളെ കുറ്റം പോലെ കൈപത്ത് പറയും, വേറെ ആളെ ഇറച്ചി തിന്നും. യാ അള്ളാഹ് നമുക്ക് നല്ല ബോധം തരട്ടെ. ആമീൻ. നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിശാച് നമ്മളെ കൂടെ ഉണ്ട്, ശരി. നമ്മുടെ നഫ്സും നമ്മുടെ വേണ്ടാത്തത് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനൊക്കെ തടയിടാനുള്ള മാർഗ്ഗങ്ങളാണ് അള്ളാഹു തആല ഈ പറഞ്ഞു തരുന്നത്. ഇങ്ങനെ നരകം, മറ്റത് മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മളത് സ്വീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും തന്നെ വേണം. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ ഇൻഷാ അല്ലാഹ്. 14-ാമത്തെ ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.